നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രുചിയിലുള്ളൊരു ചക്കക്കുരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. വേവിക്കാൻ ആവശ്യമായ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആ ഒരു ടൈം ഞാൻ ഇതിനാവശ്യമായ ചേരുവ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ വേവിക്കാൻ വെച്ച ചക്കക്കുരു ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചക്കക്കുരു ഏകദേശം വെന്ത് വരികയാണ്. അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്രഷ് ചെയ്തെടുത്ത തേങ്ങ കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് റെഡിയായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.